അയ്യോ അയ്യോ എൻ്റെ കേരളത്തിലെ പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, മലയാള മാധ്യമങ്ങളെ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ 24 മണിക്കൂറും ബി ജെ പിക്കെതിരെ ഇങ്ങനെ വാർത്ത കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ബി ജെ പി കേന്ദ്രത്തിൽ നിന്ന് താഴോട്ട് പോകുന്നതാണോ നിങ്ങളുടെ വിചാരം? നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ എന്നെ പറയുന്നത് ഈ പൊട്ടക്കണ്ടിലെ വട്ടക്കായൽ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ വാർത്തയൊക്കെ ഇവിടെ കിടന്ന് കറങ്ങത്തോളൂ. വട്ടക്കായല ഇത് കായലിൽ കിടന്ന് വട്ടം കറങ്ങേ ഉള്ളൂ. മനസ്സിലായോ? ഹോ, രാവിലെ തുടങ്ങും എൻ്റെ സി ജെ പിയിൽ എൻ്റെ കൊച്ചെന്നെടുക്കുവാണോ, എൻ്റെ അഭിജിത്ത് മോൻ എന്നെടുക്കുവാണോ, എൻ്റെ അഭിജിത്ത് മോൻ എന്നെടുക്കുവാണോ, അപ്പം വല്ലതും കഴിച്ചാവാ അഭിജിത്ത് മോനെ, നീ വല്ലതും കഴിച്ചോടാ കുഞ്ഞെ, ഇവിടെ ഞങ്ങളുടെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമായിട്ടുള്ള ഇച്ചിരി പൊതോത്തയും ഇച്ചിരി ബീഫും കൂടെ അങ്ങോട്ട് കയറ്റി വിടട്ടെ. മോൻ ക്ഷീണിക്കരുത് കേട്ടോ, മോൻ ക്ഷീണിക്കില്ല, മോൻ എല്ലാത്തിനും കയറി പ്രതികരിച്ചോണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഞങ്ങൾ തീവ്രവാദികളെ 150 പേരെ അറസ്റ്റ് ചെയ്തതും കേരളത്തിലെ 2 പേര് ആ കൂട്ടത്തിലുണ്ടെന്നുള്ളതൊന്നും ഞങ്ങൾ പറയത്തില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ ചുമ്മാ ഫ്ലാഷ് ന്യൂസ് ആയിട്ടാണ് വെക്കത്തുള്ളൂ. ഞങ്ങളുടെ അഭിജിത്ത് മോൻ എന്നാ ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ പൊന്നുമോനെ ക്ഷീണിക്കരുതേ, എന്ത് വേണേലും തരാം കേട്ടോ. പഴയങ്കഞ്ഞിയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ കൊടുത്തയക്കാം കേട്ടോ. അല്ലേ, രാവിലെ തുടങ്ങും ഇവന്മാർ കുത്തിത്തിരിപ്പ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കേരളത്തിൽ കിടന്ന് ഈ ബി ജെ പിക്കെതിരെ കിടന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പ്രീണിപ്പിക്കാൻ പറ്റുമായിരിക്കും. അല്ലാതെ കണ്ട് ബി ജെ പിക്കൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ആൾക്കാരുടെ വോട്ട് കിട്ടിയിട്ടൊന്നും അല്ല അവിടെ കേന്ദ്രത്തിൽ ബി ജെ പി കയറിയിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് അടിച്ച് ബി ജെ പി വളരത്തില്ലെന്ന് പറഞ്ഞ് കേരളത്തിൽ വളർന്നിട്ടുണ്ട്. മനസ്സിലായോ? 3 MLA ഇല്ലേ? അതുപോലെ തന്നെ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ഇങ്ങെടുത്തു, അവിടെ വി രാജേഷ് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ നെഗറ്റീവ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബി ജെ പിക്ക് ഗുണം മാത്രമേ ഉള്ളൂ. രാവിലെ തുടങ്ങും അങ്ങോട്ട് നെഗറ്റീവ് അടിക്കാനായിട്ട്. എന്തോന്നടേ ഇത്? വേറെ കുറേ എണ്ണമുണ്ട് ബി ജെ പിനെ അനുകൂലിച്ച് ആരടാ ഇവിടെ പോസ്റ്റ് ഇടുന്നത്, ഞാൻ പോയിട്ട് അവനെ തെറി പറയട്ടെ, അവൻ്റെ വീട്ടുകാരെ എല്ലാം തെറി പറയട്ടെ എന്ന് പറഞ്ഞ് വേറെ കുറേ എണ്ണമുണ്ട്. എന്നാൽ ഇവന്മാരെ സ്കിപ്പ് അടിക്കുക അതുമില്ല. പിന്നെ ഒരാശ്വാസത്തിന് എന്നെപ്പോലുള്ള ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അങ്ങോട്ട് തെറിയഭിഷേകം നടത്തുക. ഏത് പാരമ്പര്യമായിട്ട് നമുക്ക് പകർന്നു കിട്ടിയ തെറികൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിക്ഷേപിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.